അനുമോള് പ്രവീണിനോട് പറയുന്നുണ്ട്, പുറത്തുനിന്ന് വന്നവരെല്ലാവരും പറയുന്നുണ്ട്, ഒരു പേര് പറയുന്നുണ്ട്, അത് മ്യൂട്ട് ചെയ്തു, അയാൾക്കാണ് കപ്പ് കിട്ടുന്നതെന്ന്. 7 പേരും ഡിസർവിങ് ആണ്, പക്ഷേ മറ്റേ ആളുടെ പേരാണ് പറഞ്ഞത്. അത് മനസ്സിലായി അവസാന സമയമായപ്പോഴത്തേന് സ്നേഹം നടിച്ച് നമ്മളെ ഇങ്ങനെ ആക്കിയതാണെന്നുള്ളത് ബോധ്യമായെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പം പ്രവീൺ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു? ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. 7 പേരും ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ അതിൽ ഡിസർവിങ് ആയിട്ടുള്ള ആളിനാണ് കപ്പ് കിട്ടേണ്ടുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞ് സന്തോഷമേ ഉള്ളൂ, ആർക്ക് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞാൻ PR കൊടുത്തു എന്നുള്ള ആ ഒരു പേര് മാറിക്കിട്ടുമല്ലോ, 15 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് അതങ്ങ് മാറുമല്ലോ. അതിന് ശേഷം ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കത് ചോദിക്കണം, ആ വ്യക്തിയെ കൊണ്ട് ഞാൻ പറയിക്കും. ആ PR എൻ്റെ അടുത്ത് വന്ന് 15 ലക്ഷം ചോദിച്ചപ്പം അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ ആരുടെ വേണമെങ്കിലും എടുത്തു, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, ആരുടെ വേണമെങ്കിലും എടുത്തു. പ്രവീൺ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളെ നമ്മൾ PR പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഓപ്പണായിട്ട് പറയൂ, അയാളുടെ പ്രൊഫഷനെ അത് ബാധിക്കത്തില്ലേ? ഇത്രയും പേയ്മെൻറ്റ് തരാൻ പറ്റത്തില്ലെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും PR എടുക്കാമെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈത്യം എടുത്തു, പിന്നെ 3-4 പേരുടെ പേര് നീ പറഞ്ഞു. നീ ഇപ്പോൾ പോയിച്ച് വന്നപ്പോഴാണ് പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും കാണിച്ചോ? നീ ശ്രദ്ധിച്ചായിരുന്നോ? നിൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് എല്ലാവരുടെ അടുത്തും ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ അല്ല, അതുകൊണ്ട് സംസാരിക്കുന്നില്ല. എനിക്ക് PR എന്തോന്ന് അറിയത്തില്ലായിരുന്നു, പബ്ലിക് റിലേഷൻ എന്നുള്ളത് പിന്നാണ് ഞാൻ അറിയുന്നത്. ഈ ബിഗ് ബോസിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്. കുറച്ച് പേര് നമുക്ക് ഓൾറെഡി സപ്പോർട്ടുണ്ട്, പിന്നെ ഇത്രയൊക്കെ പൈസ നമ്മളോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേറെ ആരെ വേണമെങ്കിലും PR ആയിട്ട് എടുത്തു, എനിക്ക് പറ്റത്തില്ല ഇത്രയും പൈസ തരാനെന്ന്. പുറത്ത് PR-ൻ്റെ പേരിൽ മാത്രമാണ് എന്നെ ക്രൂശിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. എനിക്ക് ആദ്യം കുറച്ച് വിയോജിപ്പുണ്ടായിരുന്നു അനുവിൻ്റെ PR-ൻ്റെ കാര്യത്തിൽ. നീ എന്നോട് സംസാരിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് പ്രവീൺ പറയുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ട് സംസാരിക്കുമെന്ന് അനുമോൾ പറയുന്നു. കണ്ടോ, പറഞ്ഞപ്പോഴേ ചിരിക്കുന്ന കണ്ടോ? അനുമോൾ വീണ്ടും പറയുന്നു, അല്ലടാ നിന്നോട് സംസാരിക്കും. പിന്നെ എല്ലാവരും ബ്ലെയിം ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാവരും PR കൊടുത്തിട്ടല്ലേ ഇവിടെ കയറിയത്. എല്ലാവരും പറഞ്ഞു നമ്മളെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കൊരു സപ്പോർട്ട്, അതിനായിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു, അതിനാണ് ഇവിടെ കിടന്ന് ഇത്രയും കേൾക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് അനുമോൾ പറയുന്നു. 100 ദിവസം നിൽക്കണം, എനിക്ക് 5 പേരിൽ ഒരാളാവണമെന്ന് ആഗ്രഹമുണ്ട്. അനീഷിൻ്റെ കാര്യം പറയുന്നുണ്ട്, ക്യാരക്ടർ മാറിയ അയാളുടെ, പിന്നെ ഇതുവരില്ലാത്തൊരു സ്നേഹം കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയെന്ന് അനുമോൾ പറയുന്നുണ്ട്. പ്രവീൺ പറയുന്നുണ്ട്, അയാളുടെ ക്യാരക്ടർ മാറി, എനിക്ക് അപ്പോഴേ മനസ്സിലായി അയാൾ ചേഞ്ച് ആയിട്ടുണ്ട്, അത് അയാളുടെ ഗെയിം ആയിരിക്കും, എനിക്കറിയില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെയാണെന്ന് അനുമോൾ പറയുന്നു. നല്ല ഫ്രണ്ട്സിനെ വേണമെന്നുള്ളതിൽ ഒരാൾ എനിക്ക് ഇവിടുന്ന് അനുമോളുണ്ടെന്ന് പറയുന്നുണ്ട് പ്രവീണ്. അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ള ഫ്രണ്ട്സിൽ ഒരാൾ ഒന്നിലേട്ടൻ, അബി, നീ, വേറെ ആരുമില്ലെന്ന് പറയുന്നുണ്ട്. ഒരൊറ്റ പെൺപിള്ളാറ പോലും പേരില്ല. പ്രവീൺ പറയുന്നുണ്ട്, ആദിലയൊക്കെയായിട്ടുള്ള പ്രശ്നം തീരും. അനുമോൾ പറയാം, ആ പ്രശ്നം തീരത്തില്ല മോനെ, അവരുടെ ഈ സ്വഭാവമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനും അവിയായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട്, ഞാൻ ഒന്നിലേട്ടനുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട്, നീയുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എടുത്തിടാറില്ല. നമ്മൾ പിണങ്ങിയിട്ടില്ലേ? നിസ്സാരപ്പെട്ട ക്യാരറ്റിന് വേണ്ടി വരെ നമ്മൾ പിണങ്ങിയിട്ടില്ലേ? അതെ, വെറും നിസ്സാരപ്പെട്ട കാര്യത്തിൽ നമ്മൾ പിണങ്ങിയിട്ടുണ്ടെന്ന് പ്രവീണും പറയുന്നു. അതോടെ തീരും അത്, പക്ഷേ ഇത് അങ്ങനെയല്ലെന്ന് പറയുന്നുണ്ട് അനുമോൾ.